പിള്ളച്ചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് റാണിമോളുടെ കാറാണല്ലോ. എല്ലാ കള്ളത്തരവും പൊളിഞ്ഞേനെ. ദൈവാധീനം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി ഏതായാലും ഫോണിലൂടെയുള്ള സംസാരം നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഞാനിവിടെ എത്തിയല്ലോ, നമുക്കിനി ഡെയിലി ഇവിടെ വെച്ച് കാണാം. എക്സാം കഴിയണ വരെ ട്യൂഷന്റെ പേര് പറഞ്ഞ് കാണാം. അത് കഴിഞ്ഞ പിന്നെ എന്നായും? എന്റെ ഡാഡിയോട് വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്റെ വീട്ടുകാരുമായി ഉടനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് ഏറ്റിരിക്കുക പുള്ളിക്കാരൻ. അയ്യോ സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. അപ്പൊ നാളെ ഇതേ സ്ഥലം ഇതേ സമയം. ഓക്കെ ഓക്കെ ബൈ. ബൈ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഹേയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാ. ഈ അവതാര പുരുഷൻ എവിടുന്നാണെന്നും അവതാര ലക്ഷ്യം എന്താണെന്നും ഒന്ന് അറിയണ്ടായോ? ഏതാടാ നീ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? അയ്യോ അറിയത്തില്ലായോ? അരമനയിലെ മെത്രാനച്ഛനാ. ദാ ഒറ്റ കീറ് വെച്ചെന്നാലുണ്ടല്ലോ. നിക്കടാ അവിടെ. രാവിലെ തന്നെ 3 കാരൻ സ്പ്രേയും മേത്തടിച്ചോണ്ട് കണ്ട പെങ്കൊച്ചുങ്ങളുടെ പിന്നാലെ നിരങ്ങിയാലുണ്ടല്ലോ, അടിച്ചതിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ പൊട്ടിക്കും. ചുമ്മാ പേടിപ്പിക്കാതെ മിസ്റ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പിന്നാലെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. അതിന് നിങ്ങളല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഞാൻ വകവെക്കില്ല. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. ഓ നാട് റോഡി വണ്ടി ഇട്ടു കൊച്ചു വർത്തനം പറയുന്നതാ. സാർ ഞാൻ വരുന്ന വഴികൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നതാ. ഏതാടാ നീ? ഞാൻ ടോണി, പാലക്കൽ കുര്യാക്കോസിന്റെ മോനാ. ഓ അത് ശരി. അപ്പൊ ആ പാവം നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട് ജനിച്ച സന്താനമാണല്ലോ. നിന്നെ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. നിർത്താ, നീ വണ്ടി എടുത്ത് പോക്കോ. താങ്ക് യു സാർ. നിക്കടേ അവിടെ. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ല. എങ്ങോട്ടാടാ ഈ പീസിനെ കെട്ടിയെടുത്തോണ്ട്? സാർ എന്താടോ? അത് കുട്ടപ്പായിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാ. പൊയ്ക്കോ പൊയ്ക്കോ, നീ കേറ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കണോ വഴക്കുണ്ടാക്കാൻ? അന്നേരം പോലീസ് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഇവിടെ നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നത് കാണാമല്ലോ. എടാ തേവക്കാട്ടാകെയുള്ള ഒരു പെൺതരിയാ ഞങ്ങളുടെ റാണിമോള്. അവളുടെ മേത്തൊരു നിഴല് വീഴാൻ പോലും സമ്മതിക്കാലായി കുട്ടപ്പായി. അയ്യോ കുട്ടപ്പായി ചാനായിരുന്നോ? ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി, നമുക്ക് അകത്തോട്ടിരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. കുര്യാക്കോസിച്ചായന്റെ മോനായോണ്ട് മാത്രം അന്നേരം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കാഞ്ഞത്. ഒന്നുമില്ലാലും ആ മനുഷ്യനെ ഓർക്കണമല്ലോ. ഈ വിവരം നിന്റെ അപ്പനോട് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നേ. വിളിക്കടാ നിന്റെ അപ്പനെ. അല്ല കുഞ്ഞു എത്തിയോ? പിള്ളച്ചേട്ടൻ ഇവിടെ അകത്തുണ്ട്. അപ്പനും ഇച്ചായനും. ടോണി മോൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞപ്പോ അവന്റെ ആഗ്രഹം ഇട്ട് കൂടിപ്പോയെന്ന സംശയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്നതാ അവനൊരു കുറവ്? വിദേശത്ത് പോയി പഠിപ്പ് സമ്പാദിച്ച വേറെ ആരുണ്ട് നമ്മുടെ ഈ നാട്ടില്? പിന്നെ പാലക്കൽ തറവാട് പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ലല്ലോ. ആ എന്നതാടാ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? പ്രശ്നം അവിടെ അല്ല ഇവിടെ അല്ലായോ? അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റിയല്ല. അവനെ തളയ്ക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ റാണി മോൾക്ക് ഇവിടുന്ന് ഒരു ആലോചന വന്നു. നിന്റെ കല്യാണത്തിനോടൊപ്പം നമുക്ക് അതും അങ്ങ് നടത്തി കളയാം. നീ എന്നാ പറയുന്നു? അതിപ്പോ റാണിമോളുടെ സമ്മതം ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ ഒക്കുകയല്ല. നിന്റെ സമ്മതം ചോദിച്ചോണ്ട് ആരോടാ നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്? അല്ല. അപ്പോ ഇതിനും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. അയ്യടാ. എടി റാണി, ആ ചീപ്പിങ് എടുത്തേ. എത്ര ചീപ്പ് വെച്ചാലും ആവശ്യത്തിനൊന്നും കാണത്തില്ല.
ഇങ്ങോട്ട് എന്നതാ കുട്ടൻസേ, സ്വന്തമായിട്ട് ഒരു ചീപ്പ് പോലും ഇല്ലെന്ന് പറഞ്ഞാ വളരെ ചീപ്പായ കാര്യമാ. എന്റെ ചീപ്പെടുത്ത് വെച്ച ന്യായം പറയുന്നു. ഹ്. ഓ, ആ സ്വഭാവം പോലെ തന്നെ മുറി അലങ്കോലേക്ക് കിടക്കുന്നുണ്ടല്ലോ. ആ ടീച്ചറെല്ലാം വന്ന് കേറിയാലേ ഇവിടെ നന്നാകത്തുള്ളൂ. നിന്റെ കെട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാതെ ആ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഓ, ഡിഗ്രി കഴിയാതെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇങ്ങനെ പോയാ ഡിഗ്രി കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പോയാലോ? അല്ല, ട്യൂഷൻ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എന്നതായി കുട്ടൻസ് പറയുന്നേ? ഇന്നലെ പാലക്കലെ പ്രൊഫസർ കുര്യാക്കോസിനെ ഞാൻ കണ്ടായിരുന്നു. നീ പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ പറയുന്നത്. പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി വൈകുന്നേരം വേറെ ട്യൂഷൻ തരാൻ പറഞ്ഞിരിക്കുക. ഞാൻ ആ റബേക്ക ടീച്ചറിന്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞുകൊണ്ട് ടീച്ചർ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് നിനക്ക് ട്യൂഷൻ എടുക്കാൻ സമ്മതിച്ചിരിക്കുക. ആ ടീച്ചർ പോരും. ഓ, പതിവില്ലാത്ത കുളിയും പൗഡറിടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തിയേടുണ്ടെന്ന്. അത് ശരി, അപ്പൊ എന്റെ ട്യൂഷന്റെ കെയർ ഓഫില് ശൃംഗാരം വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണ പരിപാടി. വേണ്ടാതിനും പറഞ്ഞുണ്ടല്ലോ, ഒന്ന് നേരെ ചൊവ്വേ പഠിച്ചോട്ടെന്ന് വിചാരിച്ചപ്പോ. വേണ്ട വേണ്ട, അധികം ട്യൂഷൻ ഒന്നും എനിക്ക് വേണ്ട. ടീച്ചറുടെ ട്യൂഷൻ വേണ്ട എന്ന് അപ്പാപ്പനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നീ അങ്ങനെ പറയിക്കോടി. എങ്കിലേ നിന്റെ രാവിലത്തെ ട്യൂഷൻ ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് ഞാനും പറയിപ്പിക്കും. അയ്യോ കുട്ടൻസ് പ്ലീസ്. അതെ, ടീച്ചർ വന്നു. വേഗം ചെന്ന് കാപ്പി കൊടുത്ത് സൽക്കരിച്ച് കാല് തൊട്ട് വന്നിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ. ആരാ അവിടെ? ഞാനാ റബേക്ക. ആ, മോളായിരുന്നോ? റാണിമോൾക്ക് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. നല്ല കാര്യം. വാ മോളെ. നടക്കടി. എന്നതാണോ നീ കാണിക്കുന്നേ? അല്ല, ഞാൻ റാണിമോളോട് പറയുമായിരുന്നു, ഈ ടീച്ചറെ ഇങ്ങോട്ട് വരുത്തിയുള്ള ട്യൂഷൻ എന്നാത്തിനാ? രാവിലത്തെ ട്യൂഷൻ ഉണ്ട്, അത് മാത്രം പോരായോ എന്ന്. ഇവക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലല്ലോ നിനക്ക്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇങ്ങനെയും പഠിക്കണടാ. എന്നാ ടീച്ചർ ചെല്ല്, ട്യൂഷൻ നടക്കട്ടെ. മുട്ടപ്പായി വിളിച്ചായിരുന്നോ? വന്നേ. എന്നാപ്പാ? എന്നതാടാ, നീയും ട്യൂഷൻ പഠിക്കാതിരിക്കുന്നു? ഇല്ല. എന്നാ വാ, വണ്ടി ഇറക്ക്. എനിക്ക് കമ്പനി വരെ ഒന്ന് പോണം. കമ്പനിയിലോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. ഈ കാപ്പി ഓടിച്ചിട്ട് പോ. എന്നാടി നിന്റെ മുഖവിനിയും തെളിഞ്ഞില്ലേ? നെറ്റിക്ക് വേദന വല്ലാതുണ്ടെങ്കിൽ സക്കറിയോട് പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യിക്കണം. ഏയ്, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാന്നേ. എന്നാ പറ്റിയാലേ നീ ഇങ്ങനെ പറയത്തുള്ളൂ? പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ട പെമ്പർനോത്തിമാരോടൊക്കെ പഴംപുരാണം പറഞ്ഞുകൊണ്ടേ നടക്കത്തുള്ളൂ. ചുമ്മാ അല്ല പള്ളിയുടെ വട്ടക്കല്ലെ തട്ടി തലേ തല്ലി വീണത്. ആരുടെ ദൈവാനുഗ്രഹം കൊണ്ടാണോ കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്? എടേ, ഇന്ന് എസ്റ്റേറ്റിലെ ശമ്പള ദിവസാ. ഞാൻ വരാൻ കുറച്ച് വൈകും. പ്രാർത്ഥിച്ചിട്ടാണോ ഇറങ്ങിയേ? അതെന്നതാ, രാവിലെ ഉണരുമ്പോ പ്രാർത്ഥിച്ചാ പോരെ? എപ്പോഴും എപ്പോഴും വേണോ? വേണം. കഷ്ടകാല. നിങ്ങൾ വളരെ സൂക്ഷിച്ചേ നടക്കാവൂ. എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരവര്. അതാണോ കാര്യം? ഒരു പഴങ്കഥയും പറഞ്ഞുകൊണ്ട് അവരെ ആളുകളെ വരട്ടുന്നത് എന്തിനാണെന്നറിയോ നിനക്ക്? ബിസിനസ് രംഗത്ത് അവരെ നെറികെട്ട കളിക്കൊരു മറ, അത്രേ ഉള്ളൂ. ബിസിനസ് രംഗത്ത് ഒരാളെ തകർത്തുകൊണ്ട് മറ്റൊരാൾ വാഴാൻ ശ്രമിക്കുന്നത് പതിവാ. നീ വെറുതെ മനസ്സ് ഉണ്ടാക്കാൻ അകത്തേക്കില്ലേ? കർത്താവേ, കാത്തോളണേ. ഹലോ, വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കോണ്ടസ് കാറിൽ, നമ്പർ KCF 2336. ഉൾട്ടാൻ കടിച്ചോടാ. ശരി സാർ. എങ്ങോട്ടാ? ഇന്ന് മാസാവസാനം അല്ലേടാ? എസ്റ്റേറ്റിലെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? ഹലോ. എന്നാടാ? വന്നു. കൊടുക്കാം. ഫോൺ വരുന്നു. പോളച്ചനാ. ഹലോ, എന്നാടാ? ഇച്ചായ, ഞാൻ അപ്പനെ കൊടുക്കാം. അപ്പാ, ഇച്ചായന. നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവരുടെ അക്കൗണ്ട്സിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്നാ നമ്മുടെ ആഡിറ്റർ പറയുന്നേ. എങ്കിൽ പിന്നെ ഞാൻ ഉടനെ എത്തിക്കോളാം. അപ്പഴൊരു വണ്ടി നമ്മുടെ പമ്പിലേക്ക് ഒന്ന് വേഗം അയക്കണം. ആ വണ്ടിയിലിരിക്കുന്ന ക്യാഷ് നീ ഉടനെ കൊണ്ട് എസ്റ്റേറ്റ് മാനേജർ ഒന്ന് ഏൽപ്പിക്കണം. എനിക്ക് മംഗലാപുരത്തിന് 2-3 കോള് വരാനുണ്ട്. കോള് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെയും വിളിച്ചോളും. ആ ഓഡിറ്ററൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്നാ ഞാൻ പോയേച്ചും വരാം. ഇതുകൊണ്ടോ ഷെൽഫോൺ ഇച്ചായന്റെ ഇരുന്നോട്ടെ, അവിടെ റേഞ്ച് കിട്ടുകയല്ല. മംഗലാപുരത്തുനിന്ന് ഫോൺ വന്നാലേ 3 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് ഉടനെ അയക്കാൻ പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. പിന്നെ ക്ലീറ്റസ് വരുമ്പോ ഈ ചെക്ക് ഹാർബറിൽ കൊടുത്ത് അയച്ചേക്കണം.
മേരിക്കുഞ്ഞ് വിളിച്ചാലേ ഞാൻ പോയെന്ന് ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞേക്കാം, നീ ഒന്ന് വേഗം ചെല്ലേ. പിന്നെ അതെ അയ്യോ അവിടെ